ടീ കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പ്രഗ്നൻസിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിലാണെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് മുന്നേ ഒന്നും വാങ്ങി വെച്ചുകൂടാ, അത് കുഞ്ഞിന് ദോഷം ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ അമ്മയ്ക്കും കുഞ്ഞിനും വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കുക. പക്ഷേ വലിയ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്കറിയാം, നമുക്കിങ്ങനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓടിപ്പോൾ ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രഗ്നൻസിയിൽ തന്നെ ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും, നമുക്ക് അത് മേടിക്കണോ ഇത് മേടിക്കണോ എന്നൊക്കെ. ആ ഒരു ആൻസൈറ്റി കൊണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അല്ലേ. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ പർച്ചേസ് ചെയ്ത കുറേയേറെ പ്രൊഡക്ട്സ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ഓരോ ന്യൂ പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ചില പ്രൊഡക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതായാലും പൈസ കൊടുത്ത് വാങ്ങിയതല്ല, അത് യൂസ് ചെയ്തേക്കാം എന്ന് കരുതി കുറച്ചൊക്കെ ഉപയോഗിച്ച കാര്യങ്ങളുണ്ട്. വേറെ കുറച്ച് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഉപയോഗം വന്നിട്ടേ ഇല്ല, അതിന് കവർ പോലും പൊട്ടിക്കാതെ നമ്മൾ വീട്ടിൽ കീപ്പ് ചെയ്ത കുറേയേറെ പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉപയോഗമില്ലാതെ കീപ്പ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ഒക്കെ ചെയ്യുന്നത് ഒന്നുകിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ കസിൻസിനോടോ ഒക്കെ ചോദിച്ചതിന് ശേഷമായിരിക്കാം, അതോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും അതെനിക്ക് വേണം ഇതെനിക്ക് വേണം എന്നൊക്കെ. പക്ഷേ ഓർക്കുക, ഈ ഓരോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വൽ നീഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുക, ബാക്കി സാധനങ്ങൾ ആവശ്യാനുസരണം വാങ്ങാമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ പ്രഗ്നൻസിയിലായിരിക്കുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് വർത്ത് ഫോർ മണി എന്ന് തോന്നിയ കുറച്ച് പ്രൊഡക്ട്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചു. നമ്മളിത് ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന മ്യൂക്കസ് എക്സ്ട്രാക്ടറിൻ്റെ ഒരു ചെറിയ വേർഷനാണ്. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരായിരിക്കും, നമുക്കറിയാം, നമുക്ക് അവർക്ക് ഒത്തിരി ആൻറ്റിബയോട്ടിക്സോ അങ്ങനെ മെഡിസിൻസ് ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷേ അവർക്ക് ഈ കോമൺ കോൾഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഭയങ്കര കോമൺ ആയിട്ട് വരികയും ചെയ്യും. പ്രത്യേകിച്ച് പ്രീ ടൈം ആയിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ബേബീസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫെക്ഷനൊക്കെ ഭയങ്കര കോമൺ ആയിരിക്കും. അപ്പം പല സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും എന്നറിയത്തില്ല, അത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. അതെല്ലാം നമുക്കറിയാം, ആ ഒരു ഇനീഷ്യൽ ഒരു 2-3 months എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു കുഞ്ഞ് അസുഖം വരുമ്പോൾ പോലും ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മെഡിസിൻസും യൂസ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ എന്നെ പേഴ്സണലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പലരും യൂസ് ചെയ്തിട്ട് കാണുമായിരിക്കും. ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ മൂക്കിലോട്ട് വെച്ചിട്ട് മൂക്കിൽ നിന്ന് മീൻസ് സെക്ഷൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ചെറിയൊരു എക്യുപ്മെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ ഇത്രയേ ഉള്ളൂ ആകെപ്പാടെ കേട്ടോ. ഇത് നമ്മുടെ കെമിസ്ട്രിയിലും ഫാർമസികളിലും എല്ലാം കിട്ടും കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ ഒന്നുകിലും നമുക്ക് ഇത് കുഞ്ഞിൻ്റെ മൂക്കിലോട്ട് വെച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കുഞ്ഞിൻ്റെ മ്യൂക്കസ് ഇതിനകത്തൂടെ കയറി നമുക്ക് പുറത്തോട്ട് വരും. അതൊന്ന്. ഞാൻ യൂസ് ചെയ്ത വേറൊരു മെത്തേഡ്, നമുക്ക് യൂസ് ചെയ്യാവുന്ന വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇത് കുഞ്ഞിൻ്റെ മൂക്കിലോട്ട് വെക്കുക എന്നതിന് ശേഷം ഇതിൻ്റെ ഈ എഡ്ജ് നമ്മുടെ മൗത്തിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് അത് അകത്തോട്ട് വലിക്കുമ്പോഴത്തേനും ആ ഒരു പ്രഷർ കൊണ്ട്, ആ സെക്ഷൻ കൊണ്ട് ഒരുപാട് മ്യൂക്കസ് വന്നിട്ട് ഇതിനകത്ത് ഈ ബൾബിനകത്ത് കളക്ട് ചെയ്ത് കിടക്കും. പിന്നെ നമുക്കത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം പിന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഞാനൊരു എല്ലാ അമ്മമാരും പ്രഗ്നൻസിയിൽ തന്നെ നിങ്ങളുടെ ബാഗിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. ശരിക്കും അവർക്കാണെങ്കിൽ ഇങ്ങനെ മൂക്കിൽ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴത്തേനും ഒരുപാട് മ്യൂക്കസ് വന്ന് ബ്ലോക്ക് ആയിട്ടിരിക്കുമ്പോഴത്തേനും കുഞ്ഞു പിള്ളേർ ഭയങ്കരമായിട്ട് പാല് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ബേബീസൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആദ്യം വെക്കുമ്പോൾ 1-2 തവണയൊക്കെ അവർ കരയുമായിരുന്നു, പക്ഷേ പിന്നീട് അവർ ഇതുമായിട്ട് തന്നെ യൂസ്ഡായി. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു നെയ്സൽ സലൈൻ ഒരു 1-2 ഡ്രോപ്സ് അവരുടെ നെയ്സിലോട്ട് ഒഴിക്കും. അതിന് ശേഷം ഇത് ഞാൻ വെച്ചതിന് ശേഷം ഇത് സക്ഷൻ ചെയ്തെടുക്കും. അപ്പം ഭയങ്കരമായിട്ട് അവരുടെ നെയ്സൽ പാസേജ് ഒക്കെ ക്ലിയർ ആകും. എന്നിട്ട് അവർക്ക് പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ടും ഉറങ്ങാനുള്ള ഡിഫിക്കൽട്ടീസും ഒക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ലിസ്റ്റിൽ എഴുതിക്കോ. ഞാനിതിൻ്റെ ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഇത് നമ്മുടെ ഹാൻഡ് നെബുലൈസറാണ്. ഇത് നമുക്ക് USB വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിതൊരു പുതിയ ഐറ്റം ആയിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ എപ്പോഴും പാപ്പി ആയിരുന്നപ്പോഴും പാച്ചു ആയിരുന്നപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ കിട്ടുന്ന നെബുലൈസർ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനെക്കൂട്ട് വലിയ നെബുലൈസറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സ്റ്റീം ഇൻഹലർ, അത് ഓൾവേസ് ഭയങ്കര റിസ്ക്കിയാണ്. പക്ഷേ സ്റ്റീം ഇൻഹലേഷൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കഫക്കെട്ടൊക്കെ ഉള്ളപ്പോൾ കേട്ടോ. ഇപ്പോഴും നമ്മളത് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ നമുക്കത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു
സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷൻ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴായിട്ട് ഇവിടെ നമ്മൾ ഫ്ലൈറ്റിൽ പോയപ്പോഴും ഒക്കെ ഒരു ചെറിയൊരു കഫക്കെട്ട് അല്ലെങ്കിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് കേട്ടത്. ഇതിനാണെങ്കിൽ 2-3 ടൈപ്പ് ഓഫ് മാസ്ക് ഉണ്ട്. ബേബീസിന്, ന്യൂ ബോൺ ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്ക് ഉണ്ട്, അതുപോലെ തന്നെ പാച്ചുവിനെ പോലെ ടോഡ്ലേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് ഉണ്ട്. ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. പിള്ളേർക്ക് ആക്ച്വലി തീരെ ബേബീസ് ആയിരിക്കുമ്പോഴത്തേനും ഇൻഫൻ്റ് ഒക്കെ ആയിരിക്കുമ്പോഴത്തേനും അവർക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വായിലോട്ട് വെക്കും അല്ലേ. അപ്പോൾ ആണെങ്കിൽ നമ്മളിത് ഓൺ ചെയ്ത് അവരുടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും അവരത് സ്വാഭാവികമായിട്ടും മൗത്തിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഇനഫായിട്ടുള്ള ഫ്യൂംസ് കിട്ടിക്കോളും. ഇനി അഥവാ മറ്റേ കുറച്ചും കൂടെ വലിയ പിള്ളേരാണെങ്കിലും അവരുടെ കയ്യിൽ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർക്ക് തന്നെയാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ബട്ടൺ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്യൂംസ് ബേബീസിന് കിട്ടിക്കോളും. കുറച്ച് നേരം കഴിയുമ്പം ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേനും അത് ഓഫ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള മ്യൂക്കസ് എക്സ്ട്രാക്ടർ ഉണ്ടല്ലോ, അതും ഇതും കൂടി ഒരു കോംബോ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും. ഞാൻ പറഞ്ഞല്ലോ നേസൽ സലൈൻ ഒഴിക്കും, എന്നിട്ട് നെബുലൈസർ യൂസ് ചെയ്യും. അതിനുശേഷം മ്യൂക്കസ് എക്സ്ട്രാക്ടർ വെച്ചിട്ട് നമ്മൾ ആ നെസ്ബ്യൂട്ടൻ നമുക്ക് ഈസി ആയിട്ടങ്ങ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈസിയാണ് നമുക്ക് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് അധികം ബാഗിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അധികം സ്ഥലം പോകത്തില്ല. ഈ പറഞ്ഞത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഇത് നിങ്ങളുടെ മീൻസ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കീപ്പ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. ഇത് ഫ്രൂട്ട് സ്ക്വീസറാണ്. ഫ്രൂട്ട് ഫീഡറിനും ഫ്രൂട്ട് സ്ക്വീസറിനും ഒക്കെ പറയാം. അപ്പം ഇതിനകത്ത് ഇതിപ്പം പൈലഗിനി തരുന്നില്ല. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് എന്താണോ ഫ്രൂട്ട്സ്, ഇപ്പോൾ ഞാനിങ്ങനെ കൊടുക്കുന്നത് ബനാന കൊടുക്കാറുണ്ട്, മാംഗോ, പിന്നെ നമ്മുടെ വാട്ടർമെലൺ ആണെങ്കിൽ അതിൻ്റെ സീഡ്സ് കളഞ്ഞിട്ട് കൊടുക്കാറുണ്ട്, പിന്നെ ഓറഞ്ച് അതിൻ്റെ സീഡ്സ് കളഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സ്ട്രോബെറീസ് കൊടുക്കാറുണ്ട്. അതൊക്കെ ഇതിനകത്തോട്ട് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനകത്ത് എന്താ ഞാനിപ്പം പൈലക്കുഞ്ഞിന് ഇതിനകത്ത് കുറച്ച് ബനാനയുടെ ഒരു ചെറിയ പോർഷനാണ് കേട്ടോ ഇതിനകത്ത് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇവരിത് ബൈറ്റ് ചെയ്യുമ്പോഴത്തേന് ആ ഹോൾസിൽ കൂടെ വളരെ ചെറുതായിട്ടുള്ള എമൗണ്ട് അവർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ആസ്പിറേഷൻ്റെ ചാൻസ് ഒന്നുമില്ല. പൈലക്കുഞ്ഞിനും പാച്ചിക്കൂടനും ഒക്കെ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു സം കൈൻഡ് ഓഫ് പാസിഫയർ പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കുറേ സമയത്തോട്ട് കാമാക്കും. അവരത് സെൽഫ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും. പിന്നെ ഇതുകൊണ്ട് അവർ കുറച്ച് നേരം ഇരുന്നോളും കേട്ടോ. ഇതൊരു നല്ല ഐറ്റമാണ്. ഫ്രൂട്ട് ഫീഡർ അല്ലെങ്കിൽ ഫ്രൂട്ട് സ്ക്വീസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് നമ്മുടെ ഫ്രൂട്ട് സ്ക്വീസറാണ്. നമ്മൾ യൂഷ്വലി നോർമലി നമ്മളിതിനകത്ത് എന്താണ് ഫുഡ് കുറുക്കൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ആദ്യമേ കൊടുക്കുന്നത്. എന്താവട്ടെ കുറുക്ക, ബനാന കുറുക്കോ റാഗിയോ അല്ലെങ്കിൽ ചോറ് അരച്ചതോ അങ്ങനെ എന്താണെങ്കിൽ അത് കുറച്ചൊരു ജ്യൂസി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയേണ്ട ഒരു സോളിഡ് കൺസിസ്റ്റൻസി പറ്റത്തില്ല. ഒരു സെമി സോളിഡ് അല്ലെങ്കിൽ ഒരു ലൂസ് ലിക്വിഡ് ഫോമിലായിട്ടുള്ള ഡയറ്റുകളാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇത് കുഞ്ഞുങ്ങളുടെ മൗത്തിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ഒരു ചെറിയ ഹോളേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ആ ഹോളിൽ കൂടെ കുറേശ്ശെ എമൗണ്ട് ഫുഡ് അവർക്ക് ചെല്ലും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ നമ്മുടെ ഫുഡ് കൊടുത്തു കഴിയുമ്പോഴത്തേനും കുട്ടികളുടെ ദേഹത്തും അങ്ങനെയൊന്നും ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കുറവാണ്. പിന്നെ നമുക്കൊരു കറക്റ്റായിട്ടൊരു എമൗണ്ട് ഇതിനകത്തൊരു മാർക്കിംഗ് ഉണ്ട്. അപ്പം എന്തുമാത്രം ഫുഡ് ഓരോ പീരീഡിലും അല്ലെങ്കിൽ ഓരോ ഏജിലും നമുക്കറിയാം ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഫുഡുണ്ട് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് നമുക്കൊരു കണക്കുണ്ടായിരിക്കും ഇതിനകത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും. പിന്നെ ഇതും ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോഴും ഇത് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ നമുക്കറിയാം ഒരു ടോഡ്ലർ പീരീഡ് 2 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പാച്ചുവിന് ഇതൊരു 1.5 വയസ്സ് 1.25 വയസ്സ് വരെയൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്കിങ്ങനെ സ്പൂണൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ ഇത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പം കുറച്ചും കൂടി ഒരു ഈസി ആൻഡ് കൺവീനിയൻ്റ് ആണിത്. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങൾക്കിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബേബി ബോട്ടിൽസിൻ്റെയും ഫീഡേഴ്സിൻ്റെയും ഒക്കെ സ്റ്റെറിലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നതിനേക്കാളും സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇത് ഫുഡ് വാമറാണ് കേട്ടോ. ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കാണെങ്കിൽ ഇത് നല്ല യൂസാണ്. നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫീഡും മിൽക്കും ഒക്കെ ക്യുക്കായിട്ടൊന്ന് വാം ചെയ്യാൻ പറ്റും. പേഴ്സണലി ഞാൻ വാങ്ങിയിട്ട് എനിക്കധികം യൂസ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഏകദേശം 6 months വരെ ബേബീസിൻ്റെ സ്ട്രോളറിലും കാർ സീറ്റിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ക്യാപ്സ്യൂൾ. നമുക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ്. ബേബീസ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോളൂ ഇതിനകത്ത്.
നമുക്ക് ഈ ക്യാപ്സ്യൂൾ കാർ സീറ്റിൽ വെക്കാനും ഡിറ്റാച്ച് ചെയ്യാനും ഒക്കെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ബേബീസിൻ്റെ ഉറക്കത്തെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാതെ ഈ ക്യാപ്സ്യൂൾ മാത്രമായിട്ട് എടുത്ത് ക്യാരി ചെയ്യാം. സോഫ്റ്റ് ഫാബ്രിക് കൊണ്ട് മേക്ക് ചെയ്തേക്കുന്ന ഒരു കംഫർട്ടബിൾ ചെസ്റ്റ് സ്ട്രാപ്പാണിത് കേട്ടോ. ബേബീസ് അമ്മമാരുടെ ചെസ്റ്റിനോട് ചേർന്നിരുന്നോളും, അവർ ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ നമ്മുടെ ബാക്കിനും ഇത് ഭയങ്കര സപ്പോർട്ടാണ്. ഷോപ്പിങ്ങിനും ട്രാവൽ ചെയ്യുമ്പോഴും ഈവൻ കിച്ചണിൽ പോലും ഇത് ഹെൽപ്ഫുള്ളാണേ. നാട്ടിലെ തുണിത്തൊട്ടിലിനോട് സിമിലറായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഞാനിത് eBay നിന്നാണ് വാങ്ങിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റായിരുന്നു. കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കംഫർട്ടബിളായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിക്കോളും. ഇഫ് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ തന്നെ താഴോട്ട് വിടാനുള്ള ചാൻസ് കുറവാണ്, കാരണം അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനൊരു സ്റ്റാൻഡും ഉണ്ട്, ഒരു സ്പ്രിങ്ങും ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനൊരു സെൽഫ് മൂവ്മെൻ്റ് ഉണ്ട്. ഒരു 12 to 18 months വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരു ആവറേജ് യൂസിന് മാത്രം എനിക്ക് തോന്നിയ ഒരു പ്രൊഡക്റ്റാണിത്. ഒരു 3 months വരെയൊക്കെ ഇത് ഓക്കെയാണ്, പക്ഷേ ഞാൻ 3 months വരെ ഇത് യൂസ് ചെയ്തിട്ടില്ല ഒരിക്കലും. ഇപ്പോൾ ഇത് മേടിച്ചതല്ലേ എന്നോർത്ത് മാത്രം ഇപ്പം പൈലിനെ ഇടയ്ക്കൊക്കെ ഇതിനകത്ത് വെക്കും. ഇപ്പോൾ ഇവൻ്റെ ഏജിന് ഇത് ആപ്റ്റല്ല. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ കുഡ് സേ നോ, ബിക്കോസ് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലോട്ട് മാത്രമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ എൻ്റെ പേഴ്സണൽ യൂസ് ഇതിന് ഭയങ്കര കുറവായിരുന്നു. ഇൻഫൻസി പീരീഡിൽ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയ വർത്ത് ഫോർ മണി എന്ന് ഫീൽ ചെയ്ത ഒരുപാട് പ്രൊഡക്ട്സിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇതുപോലെ തന്നെ ടോഡ്ലേഴ്സിന് യൂസ്ഫുള്ളായിട്ടും ഉള്ളതും നമ്മുടെ മദർഹുഡിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കുറേ പ്രൊഡക്ട്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ന്യൂ ഇയർ.